അമ്മായിയമ്മ പോരിനും നാത്തും പോരിനും ഒന്നും ഇട കൊടുക്കാതെ സന്തോഷവും സമാധാനമായിട്ട് ഭർത്താവിന്റെയും കുട്ടിയുടെയും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്ന സുഖമുള്ള കാര്യമാണെങ്കിലും ചെറിയ അസുഖങ്ങളോ അതുപോലെ ജോലി തിരക്കുകളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്താണ് വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോകുന്നത് മനസ്സും ശരീരവും ഒരുമിച്ച് റെസ്റ്റ് വേണമെന്ന് വിളിച്ചു കൂവി പറയുന്ന പോലെ എനിക്ക് തോന്നും. എന്നാലും ഞാനിതൊന്നും മൈൻഡ് ചെയ്യാതെ എന്റെ കാര്യങ്ങളും വീട്ടിലുള്ളവരുടെ കാര്യങ്ങളും വീട്ടിലെ ജോലികളും എന്റെ ജോലികളും അങ്ങനെ സകലമാന കാര്യങ്ങളും ചെയ്ത് ആ വഴിക്കങ്ങ് നടക്കും. പനി കൂടുതലായി രാത്രി ഹോസ്പിറ്റലിൽ പോയപ്പോഴും എന്റെ ചിന്ത എന്നെ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നായിരുന്നേ. കാരണം തിരിച്ച് വീട്ടിൽ വന്ന ഞാൻ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. ചിലപ്പോ 2 ദിവസമൊക്കെ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോയി നിന്നാലോ എന്നൊക്കെ ആലോചിക്കുവേ. പക്ഷെ ആ ഒരു ആലോചന മാത്രമാണേ നടക്കാറുള്ളൂ. ഒരിക്കലും അങ്ങനെ പോയി നിൽക്കാറുമില്ല. ഞാനില്ലെങ്കിൽ എന്റെ വീട്ടിലെന്തോ ഒരു കാര്യവും നടക്കില്ലെന്നൊരു തോന്നലാണ് എനിക്ക്. പനിയല്ലേ, നീ റെസ്റ്റ് എടുത്തോ, ഉച്ചക്കത്തെ ഊണിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ എന്റെ കെട്ടിയോൻ അരിപ്പായസം പോലെ കഞ്ഞി ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ബാക്കിയും കൂടെ ആളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പട്ടിണി ഇരിക്കാം, 1 മാസത്തേക്കുള്ള സാധനവും തീരും. അതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്നൊരു കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കി വേഗം പരിപാടി തീർത്തിട്ട് പോവാന്ന് വെച്ചേ. അപ്പോഴാ ഞാൻ കാണുന്നേ ഓവർ കോൺഫിഡൻസ് കാരണം എന്റെ കെട്ടിയോൻ ചിക്കൻ വരെ മേടിച്ചു വെച്ചേക്കുന്നു. ആദ്യം ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ ഓർത്തേ. അപ്പോഴാ ഞാൻ ഓർക്കുന്നേ ഈ വീട്ടിലൊരു ചെറിയ ഇറച്ചി കഷ്ണോ മീൻ കഷ്ണോ ഇല്ലാതെ ആർക്കും ഭക്ഷണം ഇറങ്ങില്ല എന്നുള്ള കാര്യം. പിന്നെ ചിക്കൻ ഉണ്ടാക്കി സഹായിക്കാൻ വന്ന എന്റെ കെട്ടിയോനെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങ് ഓടിച്ചു വിട്ടേ. അങ്ങനെ പനി പിടിച്ച് വിറച്ചു തുള്ളി വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ കുലസ്ത്രീയായി.